നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല ഗവർണർമാർ ഉണ്ടാകുന്നത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്, നിരന്തരം അതിനെതിരെ പ്രതിഷേധമുയർത്തിയതാണ്. എന്നാൽ രാജേന്ദ്ര ആർലേക്കർ എന്ന ഒന്നാം തരം സംഖ്യയായിട്ടുള്ള ഒരു ഗവർണർ കേരള മണ്ണിൽ ചവിട്ടിയതിനു ശേഷം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിൻ്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള ആർലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ രാജ്ഭവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതാംബയെയും ഹെഡ്ഗവാറിനെയും സവർക്കറെയും ഗോൾവാക്കറെയും പോലുള്ള സംഘപരിവാർ താൽപ്പര്യങ്ങളുടെ അടയാളങ്ങളെയാണ്. ഒരു കാര്യം SFI അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. RSSൻ്റെ തറവാട്ട് സ്വത്തല്ല കേരളം, അതിൻ്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ. ഈ നാട്ടിലെ തൊഴിലാളികൾ അവരുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയതാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ ഈ നിമിഷം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. 50 മീറ്ററിൻ്റെ പുറകിൽ രാജ്ഭവനുണ്ട്. 50 മീറ്ററിനപ്പുറത്തേക്ക് നടക്കാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ച് ഈ സമരം ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് തീരുമാനിച്ചത്. ആർലേക്കറുടെ പ്രസ് റിലീസിൽ പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ RSS അടയാളത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നാണെങ്കിൽ SFIക്ക് വേണ്ടി പറയാനുള്ളത് ഒരു കാരണവശാലും ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. RSSന് വേണ്ടി ഈ വിടുപണി ചെയ്യുന്നവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ വിടുപണിയോടൊപ്പം സമരസപ്പെട്ട് കേരളത്തിലെ സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും പോയി ജളിഞ്ഞമർന്നിരിക്കുന്ന കോൺഗ്രസ് ലീഗ് തെമ്മാടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നാണമാവില്ലേ, ലെവലേശം ഉളുപ്പുണ്ടാവില്ലേ ഈ വർഗീയവാദികളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ ഈ നിമിഷം വരെയും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകളോ കേരളത്തിലെ മറ്റേ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയോ കടന്നു വന്നോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ അടയാളപ്പെടുത്താനുള്ളത് വർഗീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല. ഗവർണറെ SFI ഭരണഘടന പഠിപ്പിക്കും. ഭരണഘടനയുടെ ഓരോ താളുകളും ഗവർണറുടെ ഈ രാക്കിനാവുകൾ പോലെ സ്വപ്നം പോലെ പേടി സ്വപ്നം പോലെ ഭരണഘടന നിങ്ങളുടെ മുന്നിൽ ആർത്തുലയ്ക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടെ EMS ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ചിത്രമുള്ളത്. ഗാന്ധിയെ കണ്ടാൽ നിങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഗാന്ധിക്ക് പകരം നിങ്ങൾ സവർക്കറെയും ഹെഡ്ഗവാറെയും ഗോൾവാക്കറെയും ഒക്കെ ഉൾപ്പെടുത്തുന്നത്. ഗാന്ധിഘാതകരായുള്ള നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ലെവലേശം വിവരമില്ലെന്നിരിക്കെ നിങ്ങളുടെ അടയാളങ്ങൾ രാജ്യത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റാം എന്ന് നിങ്ങൾ കരുതരുത്. ഈ പറഞ്ഞ RSSൻ്റെ കാവി, ആ കാവിക്കൊടി പിടിക്കുന്നതല്ല ഇന്ത്യയുടെ കൊടി എന്ന് ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. ഇന്ത്യൻ പതാക അംഗീകരിക്കാത്ത, ഇന്ത്യൻ ദേശീയത അംഗീകരിക്കാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ചരിത്രമുള്ള ആർലേക്കറുടെ പിന്മുറക്കാർ മനസ്സിലാക്കേണ്ടത്, ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബാക്കിപത്രമാണ്. ആർലേക്കർ തിരുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരുത്തും വരെയും ആ സമരം തുടരുമെന്നുള്ളതാണ്. നിങ്ങളുടെ പേടിപ്പിക്കലൊന്നും വേണ്ട. നിങ്ങളുടെ അപഹാസ്യപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ടു. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ വന്നിട്ട് പറയാ, നിങ്ങളെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞങ്ങൾ വരാൻ തയ്യാറാണ്. SFI വരാൻ തയ്യാറാണ്. ഞങ്ങൾ കൃത്യമായി വരും. വന്ന് നിങ്ങളെ ഭരണഘടനയുടെ ഓരോ താളുകളും എടുത്ത് പഠിപ്പിക്കും. ഈ ഗവർണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള ഒരു ഭരണഘടനാ പദവി മാത്രമാണ്.
ആ പദവി ഉപയോഗിച്ച് ഒരു സർക്കാരിനെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുക, കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുക. അല്ല എങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ വീണ്ടും രംഗത്ത് വരും. ഈ സമരം ഞങ്ങൾ ഇവിടെ വെച്ചും ഈ നിലയിലുമാണ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കുള്ള രാജ്ഭവനുള്ള ഒരു സന്ദേശം കൂടിയാണിത്. രാജ്ഭവനിൽ ഇരുന്ന് പ്രസ് റിലീസ് അടിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ജന്മഭൂമിക്ക് വേണ്ടി, ഈ നാട്ടിലെ മഞ്ഞപ്പത്രത്തെക്കാളും അതപ്പതിച്ചിട്ടുള്ള ജന്മഭൂമിക്ക് വേണ്ടി വിരലനക്കിയതിൻ്റെ പേരിൽ സെനറ്റിൽ, എവിടുന്നുമില്ലാത്ത സെനറ്റിൽ പദവി കിട്ടിയിട്ട് ആ പദവിയിലിരുന്ന് ഈ നാട്ടിലെ മന്ത്രിമാർക്കെതിരെയും ഈ നാട്ടിലെ ഭരണഘടനക്കെതിരെയും എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്രീകുമാർ ഉൾപ്പെടെയുള്ള രാജ്ഭവനിലെ സംഘികൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ രാജ്യത്തെ തകർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കേന്ദ്രീകൃത സ്വഭാവമുള്ള സംഘപരിവാർ താല്പര്യത്തിൻ്റെ ഫാസിസ്റ്റ് രൂപങ്ങളുടെ രൂപത്തിൽ നിങ്ങളുടെ അടയാളങ്ങളുടെ രാജ്യത്തെ സൃഷ്ടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ മണ്ണിൽ മരിച്ചു വീണ കോടാനുകോടി മനുഷ്യരുടെ രക്തസാക്ഷികളുടെ രൂപത്തിൽ നിന്ന് ഉയർന്നു വന്ന സ്വാതന്ത്ര്യബോധം RSSന്റെ മുന്നിൽ മുട്ടുമടക്കില്ല. മരണം വരെയും ആ സമരത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും എസ്എഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഞങ്ങൾ തുടരും. ഭരണഘടനാ തത്വങ്ങൾ കൃത്യമായി ഗവർണർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നിടങ്ങളിലൊക്കെയും ഞങ്ങൾ അവതരിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.